അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ ഭീകരതയെ മറച്ചുപിടിച്ച അമേരിക്ക ജമ്മുകശ്മീരിലെ ഭീകരത പരാമർശിക്കാതെ റിപ്പോർട്ട് 2023 US റിപ്പോർട്ടിലാണ് പാകിസ്ഥാനെ വെള്ളപൂശുന്നത്. പാക് പിന്തുണയോടെ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് US റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ജമ്മുകശ്മീരിലടക്കം പാകിസ്ഥാൻ നടത്തിയ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ലാത്തൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം സുതാര്യമായി കാണാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായും ഇതിൽ അതീവ ഗൗരവമായ ചില വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തീവ്രവാദം, അതായത് കാശ്മീരിലെല്ലാം തന്നെ അതിർത്തി കടന്നുള്ള തീവ്രവാദം തുടർച്ചയായി നടത്തുകയും അതിന് ഫണ്ട് ചെയ്യുക, അതിന് ആയുധങ്ങൾ ലഭ്യമാക്കുക, ഈവൻ നുഴഞ്ഞുകയറ്റക്കാരെ പോലും കടത്തിവിടുന്ന ഒരു സാഹചര്യം പോലും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത് ഈ കാലയളവിലെല്ലാം തന്നെ തുടരുകയായിരുന്നു. ഇത് സംബന്ധിച്ച്, അതായത് അമേരിക്കയുടെ US കൺട്രി റിപ്പോർട്ട് ഓൺ ടെററിസം എന്ന് പറയുന്ന വർഷം തോറും പുറത്തു വരുന്ന റിപ്പോർട്ടിൻ്റെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 റിപ്പോർട്ട് ആണ് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നതിലേറെ പ്രാധാന്യത്തോടെ സൂചിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ, ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായി പറയുന്നു, ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ, അൽ ഖ്വയ്ദ തുടങ്ങിയവയും IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളും ഭാരതത്തിൽ വിവിധയിടങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നെല്ലാം തന്നെ വളരെ കൃത്യമായി പറയുമ്പോഴും കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളെ ഒരു തരത്തിലും പരാമർശിക്കാതെ തന്നെ പോവുകയാണ്. അതായത് അതിർത്തി കടന്നുള്ള തീവ്രവാദം അന്താരാഷ്ട്ര തലത്തിൽ ലോകം മുഴുവൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ഡിപ്ലോമാറ്റിക് തലത്തിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള തീവ്രവാദവും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്തും മറ്റ് സാമഗ്രികളുടെ കള്ളക്കടത്തും നിയന്ത്രിക്കുന്നതിനുള്ള ലോകത്തുള്ള കൃത്യമായ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള നീക്കം തുടർച്ചയായി ഇപ്പോൾ കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തുന്നത് കണ്ടില്ലെന്ന് വയ്ക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം കൂടി എടുത്തു പറയുന്നത്, ഈ അടുത്ത ദിവസങ്ങളിലാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതായത് ഭാരതത്തിലെ എൻഫോഴ്സ്മെൻറ്റിന് സമാനമായ ലോകം മുഴുവനുമുള്ള ഈ ഫിനാൻഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ, ഇൻ്റർപോളൊക്കെ പോലെ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ. മാറ്റിയത് ഇത്തരത്തിലുള്ള ഭീകരതയ്ക്ക് ഫണ്ടിങ് നൽകുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയെന്നതിൻ്റെ പേരിലാണ്. അവിടെ പാകിസ്ഥാനിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരെല്ലാം അതിനുവേണ്ടി കാര്യമായ ശ്രമങ്ങൾ നടത്തുകയും ഒരു കമ്മിറ്റഡായ പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്നെല്ലാം തന്നെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പറഞ്ഞ സംഭവ വികാസങ്ങളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ പരാമർശിക്കുന്നത് US റിപ്പോർട്ട് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തീവ്രവാദം നടത്തി ഭാരതത്തിൻ്റെ ജമ്മു കാശ്മീരിനെ ഒരു അരക്ഷിത മേഖലയാക്കാൻ കഠിനമായ ശ്രമം നടത്തുന്ന ഒരു പശ്ചാത്തലം കാലങ്ങളായി തുടരുന്നു. അതിനെക്കുറിച്ച് ഒന്നും പറയാതെ ഇത്തരത്തിൽ പാകിസ്ഥാൻ ഭീകരവിരുദ്ധ നിലപാടുകളെ അല്ലെങ്കിൽ ഭീകരതയെ പ്രതിരോധിക്കുന്നതിനും അതിന് ഫണ്ട് ലഭിക്കുന്നതിനുമുള്ള നീക്കങ്ങളെ തടയിടുന്നതിന് എടുത്ത നീക്കങ്ങളെ പരാമർശിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടുമാണ് റിപ്പോർട്ട് നീങ്ങുന്നത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ടിൻ്റെ അന്തസത്ത എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരമാണ് അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഭാരതത്തിലെ വിദഗ്ധരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലരോടും വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി പറയുന്നത്, ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ, അതായത് ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്നുള്ള തീവ്രവാദം നടത്തുന്നു, അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത്, ഭാരതത്തിലേക്ക് വരുന്ന മയക്കുമരുന്നുകളിൽ വലിയൊരു തോതിൽ ജമ്മു കാശ്മീർ വഴിയൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ പരാമർശിക്കപ്പെടുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ നടപടികൾ വീണ്ടും ശക്തമാകാനുള്ള സാധ്യത പാകിസ്ഥാനെതിരെ ഉണ്ടാകുമെന്നാണ്. അത്തരത്തിലൊരു ലീനിയൻ്റായ റിപ്പോർട്ട് നൽകാൻ മാത്രം US പ്രത്യേകിച്ച് ഒരു താല്പര്യമെടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് നിലവിലെ സാഹചര്യങ്ങളിൽ മനസ്സിലാക്കുക വയ്യ. എന്ന് തന്നെയായാലും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം ഗ്രേ ലിസ്റ്റിൽ നിന്ന്, അതായത് ഭീകരമായ രീതിയിൽ അല്ലെങ്കിൽ വലിയ തോതിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നീക്കം പാകിസ്ഥാൻ നടത്തുന്നു, അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്നു എന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ പലയിടങ്ങളിലും നടത്തുന്ന ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്നുള്ളത് ലോകം മുഴുവൻ എതിർക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ശക്തമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിനെ അല്ലെങ്കിൽ അത്തരത്തിൽ ഗൗരവതരമായ ഒരു വിഷയത്തിനെ കാര്യക്ഷമമായി അഭിസംബോധന ചെയ്യാനുള്ള യാതൊരു നീക്കവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കുകയും അത് തുടർന്ന് നടത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് പരാമർശിക്കാതെ US-ൻ്റെ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഏറെ ആശങ്ക ഭാരതത്തിനുണ്ട്. അതുപോലെ തന്നെ പല രാഷ്ട്രീയ സുരക്ഷാ ഉദ്യോഗസ്ഥരും സുരക്ഷാ നിരീക്ഷകരും എല്ലാം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവിക. ശരിയായി സർ.